കൂട്ടുകാരെ ഇത് കണ്ടോ? ഈ ചെടികളെ നമ്മൾ ഈ നാട്ടിൽ പോകുമ്പോഴെല്ലാം ഇഷ്ടംപോലെ ചെടി ഉണ്ടാകും ഇവിടെ. അപ്പോൾ എല്ലാം ഉണങ്ങി കണ്ട വളരും. വെള്ളം തീണ്ടാൽ ചെടിയെ പോകും. പയർ നട്ടിട്ടുണ്ട്. ഇതൊരു നാരങ്ങ ചെടിയാണോ ഓറഞ്ച് ചെടിയാണോ എന്ന് അറിയത്തില്ല. അത്രയും ആയിട്ടുണ്ട്, നോക്കണം. അതായത് ഈ മൂസമ്പിയാണ്, ചാത്തുക്കുടി, അതും അറിയത്തില്ല. അതുപോലെ വന്നിട്ടുണ്ട്. അതിലും പുളിശ്ശേരിയുണ്ട്. ഇത് നമ്മുടെ കൂവക്കിഴങ്ങ്, അത് ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് കൂവക്കിഴങ്ങ്. അവിടെ പിന്നെ ഇവിടെ ഒരു പപ്പായുണ്ട്, ചെറിയ പപ്പായ. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചത് കളർ പപ്പായ എന്നാണ്. കളർ ഒരു കായൊന്നും വന്നിട്ടില്ല. ചെടിയെല്ലാം കരിഞ്ഞു പോയി, മൊത്തം പോയി. ഈ ഒരെണ്ണം മാത്രം തലയെടുത്തിട്ടുണ്ട്. കടലാസ് പൂ അത്രയായിട്ടുണ്ട്. പിന്നെ ഇത് വലിയ പപ്പായ ചെടിയാണ്. ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ. അത് കോല് പോലെ അങ്ങ് പോവുക. വലിയൊരു ചെടിയാണ്. ഇത് കടലാസ് പൂവാ. പിന്നെ പ്രാവിൻ്റെയൊക്കെ വലിയ ശല്യമാണ് അവിടെ വന്ന് പ്രാവ്. എല്ലാം കഴിഞ്ഞ് മൊത്തം പോയി, മൊത്തം. ചെടി വലുതായിരുന്നു, അതും കരിഞ്ഞു. അവിടെ ഉണ്ട് കേട്ടോ. അത് അമൃതവള്ളി എന്ന് പറയത്തില്ല, അമൃതവള്ളി ചെടി. അമൃതവള്ളി കണ്ട, ഇത് അമൃതവള്ളി. ചെടികളെല്ലാം നശിച്ചു പിടിച്ചത് നമ്മുടെ. എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പോൾ ഇവിടെ മഴയായതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് മഴയില്ല. മഴ വന്നാൽ ഇതൊക്കെ കുറച്ച് ഇതിലോട്ട് വരും എന്ന് തോന്നുന്നു. അതിനകത്തൊരു പയറുണ്ട്. തക്കാളിപ്പഴം 4 പേര്, 4 പേര്. നമ്മുടെ തുളസി, തുളസിയല്ല, ഇവരെയില്ല, ഈ പപ്പായാലും വരുന്നുമില്ല. ഇത്രയും വലുതായിട്ടുള്ള കാര്യം അറിയത്തില്ല എന്തോ കാര്യം. നാരങ്ങയാണോ, ചെറിയ ഡൗട്ട്, നാരങ്ങയാണോ ഓറഞ്ചാണോ അല്ലെങ്കിൽ വേറെന്താ പറയുക, സഭയാണോ നമുക്ക് താത്തത്തില്ല. ചെറിയ ഡൗട്ടിയിരിക്കും. പക്ഷേ ഇതിനകത്ത് ഭയങ്കര പുരുഷല്ല. പൂക്കൾ വന്നാണ് ഇലയൊക്കെ കണ്ടത്. മരി എല്ലാം പൂക്കൾ ഇനി അതും നല്ല വന്നു. പൂക്കളായ പൂക്കൾ വലിയ ചെടി. പ്രാക്കൾ കണ്ടോ? ഒരുപാട് പ്രാവ് കൂട്ടം കൂട്ടമാകുന്ന ഇവിടെ. അപ്പുറത്തെ ഞങ്ങളുടെ അപ്പുറത്തെ
അതേ കമ്പി അവിടെ ഒന്ന് കുത്തിയിരിക്കുകയാണ്. എന്താ ഭയങ്കര സൗണ്ടാണ്. ചെടികളെല്ലാം നശിച്ച് പോയി. എന്താ ചെയ്യാൻ? മഴയൊക്കെ വന്ന് വേറെ ചെടികളൊന്ന് വാങ്ങിച്ച് നടണം. പ്ലാൻ ഇട്ടിരിക്കുക. നോക്കാം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക.